ഹലോ മൈ ഡിയേഴ്സ് മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഞാൻ കാണുന്നില്ല എന്നൊക്കെ പരാതിയില്ല, അവർ ഒന്ന് കാണുക. ഞാൻ ഫുൾ അമ്പലവാസിയാണ് ഗൈസ്. കണ്ടില്ലേ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് എൻ്റെ ഡ്രീം ട്രൂ ആയ ഒരു ദിവസം എന്നും കൂടി പറയാട്ടോ. എൻ്റെ മോളെ ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു ഞാൻ. അപ്പോൾ ചെറുതിലേ എൻ്റെ മോൾക്ക് ഭരതനാട്യം പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റാതെ പോയി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷം മുന്നേ കോഴിക്കോട് നിന്നപ്പോഴും ഇവളെ പഠിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. കുട്ടികളുടെ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുക. എന്താണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ഒരു കാര്യം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എൻ്റെ മോൾക്ക് ഇതിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷെ നമുക്ക് ഒന്ന് പറ്റാണ്ട് പോയ ഒരു സംഭവം, നമുക്ക് എന്താണെങ്കിലും ഒരു ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരു മാഷിനടുത്ത് പഠിപ്പിക്കണം എന്നൊരു നിർബന്ധം കൂടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവള് ബേസിക്കലി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ 2 വർഷം കണ്ടംപററി വിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവള് അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് കളിക്കും. വീഡിയോസൊക്കെ കാണുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ കളിക്കുന്ന ആളാണ്. അപ്പോൾ ഭരതനാട്യം എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ കഴിഞ്ഞ നമ്മൾ കോഴിക്കോട് ടു മാനന്തവാടി മാറിയപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, കഴിഞ്ഞ ഒക്ടോബറിൽ താല്പര്യം ഉണ്ടോ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒക്ടോബർ കൊണ്ടുപോയി ഭരതനാട്യത്തിന് ഇരുത്തി. പക്ഷെ കുഴപ്പമില്ലാതെ 4 മാസം കൊണ്ട് ഇവയ്ക്ക് ഇത്രയും ഭംഗിയിൽ കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ മാനന്തവാടി വള്ളിയൂർക്കാവ് ഉത്സവം വരുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ള ഒരു പ്രാക്ടീസ് കൂടിയാണ് ഈ ഡാൻസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടുത്തെ വീട്ടിൻ്റെ അടുത്തിരിക്കുന്ന ഒരു അമ്പലത്തെ ഉത്സവം വന്നപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ കളിപ്പിച്ചു. കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതേ മാസം മാർച്ച് 24 വള്ളിയൂർക്കാവ് അമ്പലം അവിടെ വെച്ച് നമ്മൾ ഈ ഡാൻസ് കളിക്കുന്നുണ്ട് വീണ്ടും. ഇത് കറക്റ്റ് മേക്കപ്പ് ഒക്കെ ആയിട്ട്. ഇത് നമ്മുടെ പ്രീതി മിസ്സാണ് നമുക്ക് മേക്കപ്പ് കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് തന്നത്. അവരോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം നമ്മൾ പറഞ്ഞപ്പോൾ മിസ്സ് നമുക്ക് എല്ലാ രീതിയിലും കാര്യങ്ങൾ ചെയ്ത് തന്നു. ഇത് എൻ്റെ മോളെ ആദ്യത്തെ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഭരതനാട്യത്തിൽ ചേർന്നിട്ട് ഇപ്പോൾ ഒരു 4 മാസമായ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ജസ്റ്റ് തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ 4 മാസത്തിലുള്ള ഇവിടെ ഇത്രയും നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ബെറ്ററാണ് എന്നാണ് മാഷ് പറഞ്ഞത്. പരമാവധി അവളെ കഴിവുകളൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങളെ ബ്ലെസ്സിങ്സും കാര്യങ്ങളും എന്നും നമ്മളെ കൂടെ ഉണ്ടാവണം. വിത്തൗട്ട് യു നമ്മളൊന്നുമില്ല, അത് അറിയാലോ. അപ്പം നിങ്ങളെ ബ്ലെസ്സിങ്സ് എന്നും നമുക്ക് ഇതുപോലെ തന്നെ വേണം. ഇനി മുന്നോട്ടുള്ള ഇരിക്കുന്ന ഫ്യൂച്ചറിലും നിങ്ങളെ സപ്പോർട്ട് എന്നും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ അവളോട് പറയാറുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് ഭരതനാട്യം പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ടെങ്കിലും നടത്തി എടുത്ത് വെക്കാന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഇതായിരുന്നു എൻ്റെ മോൾ ഇതുപോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കളിക്കണം എന്നൊക്കെ. പക്ഷെ അത് സാധിച്ചു തന്നതിൽ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ സോങ് ജസ്റ്റ് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സോങ് ഇട്ടില്ല. പക്ഷെ അതിൻ്റെ ഷോർട്സ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കാണുക. ആദ്യം പ്രണവാലയ സോങ്ങിനാണ് കളിക്കുന്നത്. വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് ആൻഡ് ബെസ്റ്റ് ഫോർ എവർ. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ്ങാണ്. മോൾക്കും അത്ര. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു സോങ് സെലക്ട് ചെയ്തു. ബാക്കിയിരിക്കുന്ന 2 സോങ് കൂടി ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ സോങ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു വിഷമം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഷോർട്സൊക്കെ പോയി കാണാം, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞില്ലേ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്നും സപ്പോർട്ട് നന്ദി കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, നന്ദി, ലവ് യു ഓൾ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. കുറച്ച് വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്, സമയം കിട്ടാത്തത് കൊണ്ട് നിർത്തി വെച്ചാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ.